ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ കോളിഫ്ലവർ പൊരിക്കണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ചെറുതാക്കി നുറുക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലിട്ടുങ്ങാണ്ട് ഇത് പുഴുക്കളോ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാണ്ടിച്ചെങ്കിൽ ഇട്ട് വെച്ചേക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നാളികേരം കണ്ടത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഇടയിൽ പെണ്ണുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കണം. എല്ലാതും വേണ്ട, അതിൻ്റെ അടി കൂട്ടി എനിക്ക് ഡബ്ബിങ് എടുക്കണം കേട്ടോ. സാമ്പാർ കുക്കറിൽ അവിടെ വിസിലടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടി കൂടെ വേറെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെള്ളത്തിൽ നിന്ന് ഊറ്റിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടോ. അതാണ് കോളിഫ്ലവർ മഞ്ഞൾ വെള്ളത്തിൽ നിർത്തുകൊണ്ട് പിന്നെ അടുത്ത് ഉപ്പിട്ടു. ഇനി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് കോളിഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ട് ഒരു മുട്ടയും കൂട്ടിങ്ങാണ്ടാണ് കേട്ടോ പൊരിക്കുന്നത്. കുറച്ച് മുളകും പൊടി ഇട്ടു. കുറച്ച് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നമുക്ക് കോളിഫ്ലവർ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ എരിവിനനുസരിച്ചൊക്കെ ഇട്ടാൽ മതി. നമ്മൾ പാകത്തിന് കുറച്ചിട്ടു, നമുക്ക് വലിയ എരിവൊന്നും വേണ്ട. അപ്പോൾ സാധാ മുളകും പൊടി പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടില്ല. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു മുട്ടയാണ് എടുക്കുക. ഒറ്റ മുട്ട എടുത്ത് പൊട്ടിച്ച് വയ്ച്ചു. വെള്ളയും കുഞ്ചിയൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല, ഒന്നിച്ചിടാണ് ചെയ്യൽ. ഇത് കുറച്ച് കോളിഫ്ലവറിൻ്റെ പൊടിയും ഇടും. പിന്നെ കളറൊന്നും നമ്മൾ ഉപയോഗിക്കലില്ല, കാരണം കളറൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കെമിക്കലല്ലേ, അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് മുളകും പൊടി മാത്രമാണ് കേട്ടോ ഉപയോഗിക്കൽ. മുട്ട ഒഴിച്ച് പാർന്നു. ഇനി നമ്മൾ കുറച്ച് കോളിഫ്ലവറിൻ്റെ പൊടി, അതില്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയോ മൈദപ്പൊടിയോ അങ്ങനെയൊക്കെ കൂട്ടും കേട്ടോ. ഏത് പൊടിയാണോ ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഇത് കോളിഫ്ലവറിൻ്റെ പൊടിയാണ്. എന്നിട്ട് അതിട്ടിട്ട് നല്ലോണം കുഴച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറ്റക്കോ അല്ലാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ചായക്കടിക്ക് അങ്ങനെയൊക്കെ പറ്റും. ചോറ്റക്കും നല്ലതാണ്. നല്ലോണം മൊരിഞ്ഞ് വരുവോളം എണ്ണയിലിട്ട് വറുത്തെടുക്കണം. കുറച്ചുകൂടെ പൊടി ഇടണം കേട്ടോ. അത് പൊടി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനനുസരിച്ച് നമ്മൾ മുട്ടൻ്റെതൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് പൊടി അത്യാവശ്യം കൂട്ടി കൊടുക്കുക. നമ്മൾ മുട്ടക്കനുസരിച്ച് കൂട്ടിയാൽ മതി. ഞാനൊരു മുട്ടയാണ് ഇത്രയും ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുരുമുളക് പൊടി എല്ലാ ഇതിലും നല്ലതാണല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്തത് മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പും മുട്ടയും മൈദയല്ല ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ മറ്റതൊക്കെ കായം കൂട്ടി വെച്ചു കണ്ടില്ല എല്ലാവരും. മുളകും പൊടി, മല്ലിപ്പൊടി ഇല്ല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുട്ട, കോൺഫ്ലവർ പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അത് കളറൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നല്ലോണം കുഴച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ചട്ടി തീ വെച്ച് നല്ലോണം ചൂടായിട്ട്, ഓയിലാണ് കേട്ടോ. ഓയിലിൽ നല്ലോണം ചൂടായിട്ട് നമ്മൾ കുറച്ച് അങ്ങനെ ഇട്ടിട്ട് മൊരിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. നിരപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കില്ലല്ലോ, നല്ല വിലയല്ലേ. നമ്മൾ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം പെട്ടെന്ന് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ എന്താ അറിയോ, പെട്ടെന്നായി കിട്ടും. ഒന്നും മറിച്ചിടുമ്പോൾ അത് മുരിഞ്ഞ് വരും. അതാണ് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒച്ചയും വിളിയിട്ടുകൊണ്ട് നിൽക്കാന്നല്ലാതെ ഇത് മുരിഞ്ഞ് വരാൻ കുറച്ച് താമസം എടുക്കും. ഇത് കണ്ടോ, പെട്ടെന്നായി മറിച്ചിട്ട് പെട്ടെന്നായി. പിന്നെ ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ പച്ചമുളകാണ് ഇട്ടത്, കീറിങ്ങാണ്ടല്ല ഇട്ടത്. പച്ചമുളകിന് ഞാൻ നടുക്ക് ഓട്ട കുത്തിയിട്ട് നമ്മളെ പപ്പടക്കോലയിട്ട് ഓട്ട കുത്തിയിട്ട് അങ്ങനെയാണ് ഇട്ടിക്കണത്. കീറിങ്ങാണ്ടല്ല ഇട്ടിക്കുന്നത്. ചിലപ്പോൾ എരിവ് ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ, കുട്ടികൾക്കൊക്കെ എരിവ് പറ്റിയില്ലെങ്കിൽ. അപ്പം മുളക് മാറ്റാമല്ലോ, അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓട്ടത്തിട്ടാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കളറ് നമ്മൾ ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ.